ചരിത്രപരമായ ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള സന്ദർഭമാണിത്. ഭരണകൂടം തെറ്റായ ദിശയിൽ പോകുമ്പോ അതിനെ തിരുത്തേണ്ട ബാധ്യത മീഡിയകൾക്കുണ്ട്. പക്ഷേ കേരളത്തിലെ നേതാക്കന്മാർക്ക് ഇന്ന് രാഷ്ട്രീയ ദാരിദ്ര്യമാണ്. രാഷ്ട്രീയം പറയാനില്ല, പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനില്ല. ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന നൂറുകണക്കിന് വിഷയങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്ന ആരോപണങ്ങൾ ഇത് പറയുമ്പോ ഒരു നിന്ദ്യതയെയും ഒരു പീഡകരനെയും ഞങ്ങൾ വെള്ളപൂശുന്നില്ല. കാരണം പൊതുജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം, അതെല്ലാവർക്കും ഉണ്ടാകണം. പൊതുപ്രവർത്തകർ അതിൽ ഒന്നുകൂടി ജാഗ്രത പുലർത്തുന്നവരാകണം. പക്ഷേ ആളുകൾക്കെതിരെ യാതൊരു തെളിവിന്റെ ബലവുമില്ലാതെ ആരോപണം ഉന്നയിക്കുക, രാഷ്ട്രീയം പറയുന്നതിന് പകരം വ്യക്തിഹത്യ നടത്തുക എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം CPM-ന്റെ നേതാക്കന്മാർക്കൊന്നും വേറൊന്നും പറയാനില്ല. അവർക്ക് നാടിന്റെ വികസനത്തെക്കുറിച്ച് പറയാനില്ല, ജീവൽ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനില്ല, CPM-ന്റെ മികച്ച രാഷ്ട്രീയ ആദർശത്തെക്കുറിച്ച് പറയാനില്ല. മറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഉണ്ടാക്കി പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒന്നാം തരം ഉദാഹരണമാണ് ഏറ്റവും ഒടുവില് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രസ്താവനകള്. ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങള് ഒരു അഭിപ്രായം പറയുമ്പോ ആ അപമാനത്തിന് വിധേയനായ ആള്, അപകീർത്തിപ്പെടുത്തലിന് വിധേയനായ ആള് SDPI പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും ഞങ്ങൾ നോക്കാറില്ല. പക്ഷേ ഇവിടെ പൊതുജീവിതം എന്ന് പറയുന്നത് എല്ലാവരും വിശുദ്ധിയിൽ നടത്തേണ്ട ഒന്നാണ്. എന്നാൽ പ്രത്യാരോപണങ്ങൾ നടത്തി ജനങ്ങളെ അപമാനിക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് നമ്മളുടെ നിലപാട്. കേരളത്തിലെ പോലീസ്